നെൽകൃഷി കേരളത്തിൽ ലാഭകരമാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നെൽകൃഷി ലാഭകരമായി ചെയ്യാം, പക്ഷെ വിശാലമായ ഒരു ക്യാൻവാസിൽ മാത്രമേ നെൽകൃഷി ലാഭകരമായി കൃഷി ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കൊയ്ത്തും അതേപോലെ നടിയിലുമൊക്കെ യന്ത്രവൽകൃത സംവിധാനമാക്കിക്കൊണ്ട് നെൽകൃഷിയെ വളരെ നല്ല രീതിയിൽ ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷെ കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഏതാനും വർഷം വരെ വളരെ നല്ല രീതിയിൽ നെൽകൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. അത് ഓരോ വിളകളായി മാറിക്കൊണ്ടിരിക്കുകയും സാധാരണ വാഴയോ പോലുള്ള ഏക വർഷ വിളകൾ വെക്കുകയും പിന്നീട് കവുങ്ങ് പോലുള്ള സ്ഥിരം വിളകൾ വെക്കുകയും പിന്നീട് അത് തരം മാറ്റി മറ്റു രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ നെൽകർഷകരോടും അതേപോലെ ഗവൺമെന്റ് സംവിധാനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നീർത്തടങ്ങൾ കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയാണ്. അതും നെൽകൃഷിയും നിലനിൽക്കണമെങ്കിൽ നീർത്തടങ്ങൾ അതിന്റെ തുടർച്ചയും നീരൊഴുക്കും മുറിഞ്ഞ് നഷ്ടപ്പെടാതെ വിശാലമായ രീതിയിൽ നിലനിൽക്കുക എന്നുള്ളത് ഈ നെൽകൃഷി ലാഭകരമായി കൊണ്ടുപോകുന്നതിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് നെൽകർഷകർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തങ്ങളുടെ പാടശേഖരം എപ്പോഴും ആരെങ്കിലും ചെറിയ രീതിയിൽ തടസ്സപ്പെടുത്തുമ്പോൾ അവിടെ മറ്റു രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മറ്റു കൃഷിയിലേക്ക് മാറ്റുമ്പോൾ മിണ്ടാതിരുന്നാൽ പിന്നീട് നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിത്തീരുമെന്നുള്ളതാണ്. ഗവൺമെന്റ് സംവിധാനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെൽകൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഈ തണ്ണീർത്തടങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന പേര് പറഞ്ഞ് നെൽ വയലുകളെ കൊലക്ക് കൊടുക്കരുത് എന്ന് അധികൃതരോട് പാടശേഖര സമിതി പ്രവർത്തകൻ എന്ന നിലക്ക് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ നെൽകർഷകരും ഈ രീതിയിലുള്ള തരം മാറ്റലുകൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നമ്മുടെ എടവണ്ണ യത്തീംഖാനയുടെ വഖഫിൽപ്പെട്ട കുറച്ച് ഭൂമിയും അതേപോലെ നമ്മളെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഭൂമിയും മറ്റ് വ്യക്തികളുടെ ഭൂമിയുമായി ഏതാണ്ട് 2.5 ഏക്കറോളം നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോ അത് ചുരുങ്ങി നെൽകൃഷി ചെയ്യാൻ പ്രയാസമുള്ള ഒരു സാഹചര്യം ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മുടെ പ്രദേശത്ത് നെൽകൃഷി ഒരു കാണാക്കനിയായി മാറുന്ന ഒരവസ്ഥയുണ്ടാവും. ഇത് പറയുന്നത് നമുക്ക് എന്തെങ്കിലും വൈകാരികമായി ഇതിനോട്